വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു മാങ്ങട്ട് വയ്ക്കുന്ന സാമ്പാർ കറി ആയിട്ടാട്ടോ. അപ്പോൾ അതിലോട്ട് നമുക്ക് വേണ്ടത് വെല്ലുള്ളി കട്ട് ചെയ്തത് വേണം, പിന്നെ ഗാർലിക്ക് ഒരു 6 എണ്ണം നടുകീറിയത് വേണം, പിന്നെ നമ്മൾക്ക് പച്ചമുളക് വേണം ഒരു 3 എണ്ണം, പിന്നെ ഒരു തക്കാളി 4ആയി കട്ട് ചെയ്തത്, പിന്നെ ഒരു മാങ്ങ പുളിയുള്ളതായതുകൊണ്ട് ഞാൻ ഒരെണ്ണം എടുത്തിട്ടുള്ളൂ, കട്ട് ചെയ്തത് വേണം, കുറച്ച് വേപ്പിൻ്റെ ഇല, പിന്നെ കുറച്ച് ഒരു 250 ml കപ്പിൽ 3/4 കപ്പോളം പരിപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ അതിലോട്ട് ഞാൻ 2 പൊട്ടാറ്റോ കഷ്ണാക്കി എടുത്തതുണ്ട്, പിന്നെ ഒരു ലോക്കി ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ക്യാരറ്റ് ഇട്ടാൽ, പിന്നെ വേറൊരു പീസുകൾ ഞാൻ എടുത്തിട്ടില്ല. കാരണം എന്താ വെച്ചാൽ കുറേ പീസുകൾ ഇട്ടാൽ വലിയ ടേസ്റ്റ് എനിക്ക് തോന്നാറില്ല സാമ്പാർ. അപ്പം ഞാൻ അധികം പീസുകൾ ഇതിൽ എടുത്തിട്ടില്ല. പിന്നെ നന്നായി ഉടഞ്ഞു പോകുന്ന മത്തങ്ങ, പിന്നെ നമ്മുടെ ചേന അതൊന്നും എടുത്തിട്ടില്ല കേട്ടോ. അതൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ നന്നായി കലങ്ങിപ്പോവും സാമ്പാർ. അപ്പം ഞാനതൊന്നും ഇപ്പോൾ അതിലോട്ട് എടുത്തിട്ടില്ല. കാരണം ഇത് നമ്മളൊക്കെ കൂടി ഒരുമിച്ചിട്ട് വേവിക്കുന്നതാണ്. കാരണം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈസി ആയിട്ടുള്ള സാമ്പാർ കറിയില്ലേ. അപ്പം ഞാൻ പെട്ടെന്ന് ഉടഞ്ഞു പോകുന്ന നമ്മുടെ വെജിറ്റബിൾസ് ഒന്നും എടുത്തിട്ടില്ല. അപ്പം ഞാൻ അതിലോട്ട് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. പിന്നെ അതിലോട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ എന്ന് വെച്ചാൽ 3 ടീസ്പൂണോളം നമ്മുടെ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂണും പിന്നെ ഒരു 3/4 ടേബിൾ സ്പൂണോടും സാമ്പാർ പൊടി ഇട്ടാ അതോടെ ഇട്ട് കൊടുക്കുന്നത്. അതിട്ട് കൊടുത്തിട്ട് ഞാൻ നമ്മുടെ പീസുകളെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. വെജിറ്റബിൾ പീസാക്കി വെച്ചിട്ടില്ലേ, അപ്പോൾ അതെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ പരിപ്പ് ഇട്ട് കൊടുക്കും, പിന്നെ നമ്മുടെ വെല്ലുള്ളി കട്ടാക്കി എടുത്ത് വെച്ചത്, പിന്നെ ഗാർലിക്ക്, പിന്നെ നമ്മുടെ തക്കാളി കട്ടാക്കി വെച്ചത് ഇട്ട് കൊടുത്തിട്ട് വേപ്പിൻ്റെ ഇലയും പച്ചമുളകും മാങ്ങയും ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ. ബാക്കിയുള്ള എല്ലാ വെജിറ്റബിൾസും നമ്മളുടെ പരിപ്പും വെല്ലുള്ളി കട്ടാക്കി എടുത്തതും തക്കാളിയും ഒക്കെ കൂടി ഞാൻ ഇട്ടിട്ട് നമ്മുടെ എല്ലാ വെജിറ്റബിൾസും മുങ്ങിക്കിടക്കുന്ന അത്ര വെള്ളം ഇതിലോട്ട് ഞാൻ ഒഴിച്ചിട്ടുള്ളൊരു 4 കപ്പോളം വെള്ളം ഉണ്ടാവും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഒഴിച്ചു കൊടുത്തിട്ട് എല്ലാം ഇങ്ങനെ അതിൻ്റെ ലെവലിനനുസരിച്ച് നിൽക്കണം വെള്ളം. ഈ വെജിറ്റബിൾസിൻ്റെ ലെവലിനനുസരിച്ചിട്ട് കുറച്ചും കൂടി ഒരിത്തിരി മേൽക്കായിട്ടുള്ള പോലെ നിന്നിട്ട് ഉള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഞാൻ കുക്കറിൽ വേവിക്കുന്നുണ്ട്. ഉപ്പ് ഞാൻ ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ. കാരണം പരിപ്പ് ഉപ്പിട്ട് കൊടുത്താൽ കുറച്ച് വേവാൻ പാടാണ്. അപ്പോൾ ഞാൻ ഉപ്പ് ഇട്ട് കൊടുക്കുന്നില്ല. എന്നിട്ട് ഞാനിത് സ്റ്റൗവിലോട്ട് വെച്ചിട്ട് 2 വിസിലടിച്ചിട്ട് ഞാൻ ആവി കളഞ്ഞിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. 2 വിസിലടിച്ചിട്ട് ഞാൻ ആവി പോകുന്നവരെ വെയിറ്റ് ആക്കുന്നില്ല. കാരണം പരിപ്പ് ഉടഞ്ഞു പോകും. അപ്പോൾ ഞാൻ 2 വിസിലടിച്ച് കഴിഞ്ഞാൽ ഞാനെടുത്തിട്ട് ആവി കളഞ്ഞിട്ട് തുറന്ന് നോക്കുന്നുണ്ട് കേട്ടോ. തുറന്ന് നോക്കിയതിന് ശേഷമാണ് ഞാൻ പിന്നെ ഉപ്പിട്ട് കൊടുക്കുന്നത് കേട്ടോ. അതെ, ഇപ്പം ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഉപ്പിട്ട് കൊടുത്തിട്ട് ഞാനത് നമ്മുടെ മാങ്ങയും നമ്മുടെ വേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് വേപ്പിൻ്റെ ഇല ഞാൻ മാറ്റി വെക്കുന്നുണ്ട്, അത് നമുക്ക് ലാസ്റ്റ് താളിക്കാൻ വേണ്ടതാണ്. അപ്പോൾ ഞാനത് മാറ്റി വെച്ചിട്ട് ഞാൻ മാങ്ങ ഒന്ന് തിളക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഉപ്പ് എപ്പോഴും എൻ്റെ കയ്യിൽ വിട്ടുപോകുന്നൊരു കാര്യമാണ്. അപ്പോൾ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാനത് സ്റ്റൗവിലേക്ക് മാറ്റി വെച്ചിട്ട് അപ്പുറത്തെ സ്റ്റൗവിലോട്ട് മാറ്റി വെച്ചിട്ട് ഞാൻ ഒരു സ്റ്റൗവിൽ താളിക്കാൻ വേണ്ടി ചെയ്യണം. അപ്പോൾ ഞാൻ ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്, 1 ടീസ്പൂണോളം ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലോട്ട് ഞാൻ നമ്മുടെ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉലുവ ഒന്ന് മൂത്ത് വരുമ്പോൾ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലോട്ട് നമ്മുടെ വറ്റൽമുളകില്ലേ അത് പീസാക്കി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലോട്ട് ഇട്ട് കൊടുക്കുന്നത് നമ്മളെ കായം ഇല്ലേ അസഫ്റ്റിയുടെ അത് ഞാനൊരു പിഞ്ചിട്ട് കൊടുക്കുന്നുണ്ട്. അതിട്ട് കൊടുത്തതിന് ശേഷം ഞാൻ വേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഓഫ് ചെയ്തിട്ട് ഇതിൽ നമ്മുടെ കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ മാങ്ങ ഫുള്ളായിട്ട് വെന്തിട്ടൊന്നും ഉണ്ടാവില്ല, ഒരു പകുതിയായിട്ട് ഉണ്ടാവുള്ളൂ. നമ്മളൊന്ന് തിളക്കാനല്ലേ വെയിറ്റ് ചെയ്തിട്ടുള്ളൂ. അപ്പം ഞാൻ ഇനി കുക്കർ അടച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ അടച്ച് വെച്ചിട്ടിരിക്കുന്ന സമയം കൊണ്ട് നമ്മുടെ മാങ്ങ വേവിട്ടോ. അപ്പോൾ ഞാൻ നമ്മളുടെ ഉണക്കമീൻ 2 ദിവസം മുമ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല ഉപ്പിട്ടിട്ട്. ആ മീനതേ ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ആ മീനതേ ഇപ്പോൾ ഇതുപോലെ ഉണ്ടാവട്ടെ. നമ്മൾ ശരിക്കുള്ള ഉണക്കമീൻ നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങുന്നില്ല, ഉണക്കിയെടുത്ത് വാങ്ങുന്നില്ല, അതേപോലെ ഉണ്ടാവട്ടെ. നമ്മൾ ഉണ്ടാക്കിയ ഉണക്കമീൻ നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന മീനേക്കാൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. നമ്മൾ തന്നെ ചെയ്യുന്നതല്ലേ, പിന്നെ അത് മതിലെ വീട്ടിൽ ചെയ്തെടുക്കുന്നതായതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പം നിങ്ങൾ ചെയ്യാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഏതെങ്കിലുമൊക്കെ ചെറിയ മീൻ കിട്ടുമ്പോൾ ഒക്കെ വാങ്ങിച്ച് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പം ഞാനിത് സാമ്പാറിലേക്ക് ഉണക്കമീൻ നല്ല കോമ്പിനേഷനല്ലേ. അപ്പം ഞാൻ സാമ്പാറിലോട്ട് ഉണക്കമീൻ വറുത്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളെ കൊണ്ടോട്ടമുളക് എടുത്തിട്ടുണ്ട്, കൊണ്ടോട്ടമുളക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ ഒരു 10 മിനിറ്റോളം വെയിറ്റ് ചെയ്ത് നമ്മുടെ മാങ്ങ നന്നായിട്ട് അതിൽ ശരിക്കും കറക്റ്റ് വേവായി കിട്ടും കേട്ടോ. അപ്പം മാങ്ങ ഇല്ലാത്തൊരു നമ്മളുടെ സാധാ വാളംപുളി വെച്ചിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവരും എൻ്റെ റെസിപ്പികളൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ.